ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഐ എം രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. ഹോസെ സിൽവയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഈ പുസ്തകത്തിൽ ആ ടെക്നിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് മേടിക്കാൻ ഇതിനകത്ത് ഇതുപോലത്തെ ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട്. വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിഷ്വലൈസേഷൻ കൂടുതൽ ശക്തമായിട്ട് പറയുന്ന എല്ലാ ടെക്നിക്സും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വളരെ സിമ്പിൾ ടെക്നിക്കാണ്, കുഞ്ഞ 5 സ്റ്റെപ്പുകളിലൂടെ ഞാനത് പറഞ്ഞുതരാം. നിങ്ങളത് ഇന്ന് മുതൽ ചെയ്യുക. ആർക്കാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം. വ്യക്തമായിട്ട് ഒരു ഗോള്, സ്വപ്നം ഉള്ള ആർക്കും ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഇതിൻ്റെ പേര് മെൻ്റൽ സ്ക്രീൻ ടെക്നിക്ക് എന്നാണ് ഇതിൻ്റെ പേര്. 3 സീൻ മെത്തേഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജോസിൽവയുടെ. അത് നിങ്ങൾ കാണാത്ത ആൾക്കാരെ കണ്ടു നോക്കുക. അതുപോലത്തെ ഒരു വേറെ തരം ടെക്നിക്കാണ്. പക്ഷെ അത്രയും സമയമില്ല, വളരെ ചെറിയ സമയം മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ടെക്നിക്കുള്ളൂ. എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കട്ടിലിൽ പോയി ഇരുന്ന് ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ അൽഫയിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അൽഫ പീരീഡിലേക്ക് പോയിട്ടാണ് ഈ സാധനം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെൽറ്റയിലേക്ക് പോകണം. അതായത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ആയിട്ടുള്ള ആ സമയം, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ ആക്റ്റീവ്. ആ സമയത്ത് പോകുമ്പോഴാണ് സബ് കോൺഷ്യസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അതിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, രാത്രിയാണ് കിടക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ്. അപ്പം 5 സ്റ്റെപ്പാണ് വേണ്ടത്. 5 സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കുക, കേട്ടിട്ട് നോട്ട് ചെയ്യുക. ഓരോ സ്റ്റെപ്പ് നോട്ട് ചെയ്തതിന് ശേഷം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ? അപ്പോൾ സ്വപ്നം നടന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കുക. ചെലവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെലവ് നിങ്ങൾ അയച്ചു തന്നോളൂ. അപ്പോൾ നല്ല നല്ല വാർത്തകൾ, നല്ല നല്ല സംഭവങ്ങൾ സംഭവിക്കട്ടെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പുസ്തകം എടുക്കുക, പെയിൻ എടുക്കുക, നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു, നിങ്ങൾ കട്ടിലിരിക്കാതിരിക്കുന്ന വിചാരിക്കുകയാണ്. കട്ടിലിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നതിന് ഒരു 6 അടി അപ്പുറം, കുറച്ചപ്പുറം ഒരു വലിയൊരു ടി വി നിങ്ങളുടെ മുമ്പിൽ ഉള്ളതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ടി വി എന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്നതിന് നിങ്ങളുടെ ഐ സൈറ്റിൻ്റെ 20 ഡിഗ്രി മുകളിലായിരിക്കണം. കാരണം 20 ഡിഗ്രി മുകളിലായിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായിട്ട് മുകളിലേക്കായിരിക്കും നോക്കുക. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അൽഫ വേവ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് നിങ്ങൾ അൽഫയിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അൽഫയിലേക്ക് പോകുമ്പോഴാണ് റിസൾട്ട് കൂടുതൽ ഉണ്ടാവുക. പെട്ടെന്ന് സബ് കോൺഷ്യസ് കണക്ട് ആവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ ടെക്നിക്ക് പറഞ്ഞാണ്. 20 ഡിഗ്രി മുകളിലേക്ക് കണ്ണ് ഉയർത്തി കണ്ണ് ഇരിക്കണം. ആ രീതി ചെയ്യുക. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് കണ്ണുവേദന പോലെയൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് കുറേ അസ്വസ്ഥ ഉണ്ടാവും. ഫസ്റ്റ് ടൈമാണ് ചെയ്യണമെങ്കിൽ ഡു ദാറ്റ് എവറി ഡേ. എല്ലാ ദിവസവും ആ വേദന അറിയാതെ അത് ശീലമായി മാറിക്കോളും. ഓക്കെ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, ടി വി കാണാം. ടി വി കണ്ടതിന് ശേഷം മുകളിൽ നിങ്ങൾ 20 ഡിഗ്രി മുകളിലായിട്ട് ആ ടി വിയാണ് കാണേണ്ടത്. 6 അടിക്ക് അപ്പുറം. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഗോൾ എന്താണ്, ആ ഗോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഗോൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ വളരെ ക്ലിയർ ആയിരിക്കണം ഗോൾ. വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് നിങ്ങളുടെ ചിലപ്പോൾ മെറ്റീരിയൽ ഗോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇമോഷണൽ ഗോൾസ് ആയിരിക്കും. എന്തായാലും ആ ഗോൾസ് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ 3-2-1 മെത്തേഡ് പറയുന്നുണ്ട് അൽഫയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് നോക്കുകയും ഈ 3-2-1 മെത്തേഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ അൽഫയിലേക്ക് പോകും. അപ്പോൾ 3-2-1 മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പിലായിട്ട് ഒരു വലിയ 3 പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഒരു ബ്ലിങ്ക് ചെയ്യുന്നില്ല, 3 വരുന്നു പോകുന്നു. അത് ബ്രീത്ത് ഇൻ എടുത്തിട്ട് വേണം അത് കാണാനായിട്ട്. ബ്രീത്ത് ഇൻ എടുക്കുന്നു, ഒരു 3 കാണുന്നു, ആ 3 പോകുന്നു, വീണ്ടും 3 കാണുന്നു, പോകുന്നു. അങ്ങനെ 3 ടൈംസ് ആ 3 കാണാം. അതിനുശേഷം വീണ്ടും ബ്രീത്ത് ഇൻ എടുക്കുക, ബ്രീത്ത് എടുത്ത് 2 കാണാം. അതുപോലെ 3 ടൈംസ് 2 ബ്ലിങ്ക് ചെയ്യുന്നതാണ്, വലിയ 2 ഫാൻസി രീതിയിൽ. അതിനുശേഷം 1 കാണാം. അപ്പോൾ 3-2-1 മെത്തേഡ് നിങ്ങളിത് ഒരു 1-2 മിനിറ്റ് എടുത്ത് അത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പയ്യെ നിങ്ങൾ അൽഫയിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. യു വിൽ ഫോൾ ഇൻ ടു അൽഫ പീരീഡ്. ആ ഒരു ബ്രെയിൻ വേവ്സ് അതനുസരിച്ച് പയ്യെ സ്ലോ ആയി സെറ്റ് ആവുന്നുണ്ടാവും. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് സീയിങ് ദാറ്റ് വിഷ്വലൈസേഷൻ. ആ വിഷ്വലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ആ ടി വി സ്ക്രീനിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് ആ ടി വി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ കാണാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കല്യാണം കഴിക്കാത്ത കല്യാണം ആഗ്രഹിക്കണമെങ്കിൽ ആ കല്യാണ ദിവസവും കല്യാണ സിറ്റുവേഷൻസും എല്ലാം ആ ടി വിയിൽ കാണാം. ഇനി അതല്ല ജോലിയിലാണ്, പ്രൊമോഷൻസ് പോലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി, അങ്ങനത്തെ വലിയ വിദേശത്തൊക്കെ എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ആ സാധനം ആ ടി വി സ്ക്രീനിൽ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ വ്യക്തമായിട്ട് എവരി മൈന്യൂട്ട് ഡീറ്റെയിൽ ആ ടി വിയിൽ കാണാൻ സാധിക്കണം. ഓരോന്നിട്ട് കാണാൻ പറ്റണം. എന്താണ് അതായിട്ട് കണക്ട് ഇമോഷൻ, എന്താണ് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, ആ സെലിബ്രേഷൻ മൂഡ് എന്താണ്, അതെല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം.
സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങൾ ആ കാണുന്ന സാധനം നിങ്ങൾ മനസ്സിൽ നിങ്ങളോട് തന്നെ പറയണേ, അത് കാണുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരുന്ന് ആൾക്കാർ എൻ്റെ കൂടെ വരുന്നു, കൈ തരുന്നു, ഷേക്ക് ഹാൻഡ് തരുന്നു, അപ്രിസിയേഷൻ നടക്കുന്നു, ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു, എന്തൊക്കെയാണോ നിങ്ങൾ ആ ഗോളോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഒരു ഡ്രമാറ്റിക് ആയിട്ട് നിങ്ങൾ അതെല്ലാം നിങ്ങളോട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുക, പറഞ്ഞുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ ഫുൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരണം. അതിന് വേണ്ടി നിങ്ങൾ 1 2 3 4 5 5 വരെ മനസ്സിൽ ബ്രീത്തിനെടുത്തിട്ട് ഒപ്പം തന്നെ നിങ്ങൾ പറയണം, എൻ്റെ എല്ലാ സ്വപ്നവും സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ കറണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാണ്, ഫുൾ എനർജിയോട് കൂടി, സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി ഞാൻ തിരിച്ചെൻ്റെ കറണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഇതെല്ലാം വന്ന് കണ്ണുകൾ സാവധാനം തുറന്നതിന് ശേഷം ഒരു ബ്രീത്തിനെടുക്കുക. വായിലൂടെ ആശ്വാസത്തോട് നമ്മൾ ഹാന്ന് വിടുന്ന പോലെ ആശ്വാസത്തോടുകൂടി ബ്രീത്ത് ഔട്ട് നടത്തിയതിന് ശേഷം നേരെ സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല ഉറക്കവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ 5 വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്തോൾ ഒരുപാട് ആളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ സിമ്പിൾ ആൻഡ് പവർഫുൾ ടെക്നിക്കാണ്. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ അറിയിക്കുക. എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി അയക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ കൂടുതൽ പ്രോഗ്രാംസ് കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജോയിൻ ചെയ്തിരിക്കുക. ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. സ്റ്റേ കണക്റ്റഡ് വിത്ത് മീ. ഓക്കെ, ഒത്തിരി മാറ്റം സംഭവിക്കട്ടെ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതിലേക്കും ബൈ ഫ്രം രാകേഷ് പാട്ട്.